എറണാകുളം പിറവത്ത് നിന്നും +2 വിദ്യാർത്ഥിയെ കൂടി കാണാതായിട്ടുണ്ട്. ഓണക്കൂർ സ്വദേശിയായ അർജുൻ രഘുവിനെയാണ് കാണാതായത്. പാമ്പാക്കുട ഗവൺമെൻറ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥി ഇന്നലെ സ്കൂളിലേക്ക് പോയതിനു ശേഷം തിരികെ വന്നിട്ടില്ല എന്നതാണ് കുടുംബാംഗങ്ങൾ നൽകുന്ന വിവരം. നവമി ദിനേശ് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നവമി, എന്താണ് കുടുംബം പറയുന്ന കാര്യം? തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുകയാണ്? സജിത്ത്, ഏറ്റവും ഒടുവിൽ പോലീസ് പറയുന്നത് ഇന്നലെ വൈകുന്നേരം ഏകദേശം 5 മണിയോടടുക്കുമ്പോൾ അർജുൻ പിറവത്ത് നിന്നും 5 കിലോമീറ്റർ അകലെ പേപ്പാടി എന്നൊരു സ്ഥലത്ത് ബസ് ഇറങ്ങിയെന്ന് ബസ് കണ്ടക്ടർ മൊഴി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പേപ്പാടിയും പരിസര പ്രദേശങ്ങളും പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. അവിടേക്ക് ഒരു അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ മാധ്യമങ്ങളിലൂടെയൊക്കെ കുടുംബം വാർത്ത നൽകിയിട്ടുണ്ട്. കണ്ടുകിട്ടുന്നവർ ബന്ധപ്പെടേണ്ട നമ്പർ അടക്കം നൽകുന്നുണ്ട്. ഒപ്പം പോലീസും വളരെ ഊർജിതമായി തന്നെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അർജുൻ വീട് വിട്ട് ഇങ്ങനെ പോകുന്നതിനുള്ള കാരണം എന്നതിൽ ഇപ്പോഴും വ്യക്തത കുറവുണ്ട്. കാരണം 10ാം ക്ലാസ്സിൽ നല്ല മിടുക്കനായി പഠിച്ച കുട്ടിയാണ്, ഫുൾ A+ ആണ്. +1ന്റെ ഫലം ഇന്നലെ വരുന്ന മുറയ്ക്ക്, അതായത് ഇന്നലെയാണ് വരുന്നത്. +2ന്റെ ക്ലാസ് ഇന്നലെ തന്നെ ആരംഭിച്ചു. രാവിലെ സ്കൂളിലേക്ക് പോയതാണ് അർജുൻ. പക്ഷേ സ്കൂളിൽ എത്തിയിട്ടില്ല എന്നുള്ള വിവരം കുടുംബം അറിയുന്നത് വൈകുന്നേരത്തോടു കൂടിയാണ്. സ്കൂൾ വിട്ട് വീട്ടിലെത്തുന്ന സമയം കഴിഞ്ഞിട്ടും അർജുനെ കാണാത്തതിനെ കൊണ്ട് അമ്മ ഫോൺ എടുത്ത് ടീച്ചറിനെ വിളിക്കുന്ന സമയത്താണ് സ്കൂളിൽ നിന്നൊരു മെസ്സേജ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അർജുൻ ഇന്ന് ക്ലാസ്സിൽ എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം. പിന്നീട് ടീച്ചർമാരെയും മറ്റ് സഹപാഠികളെയൊക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇന്നലത്തെ ദിവസം അർജുൻ ക്ലാസ്സിൽ എത്തിയിട്ടില്ല എന്ന് സ്ഥിരീകരിക്കുന്നത്. സഹപാഠികളോട് അന്വേഷിക്കുമ്പോൾ അർജുനുമായി മറ്റ് കമ്മ്യൂണിക്കേഷൻ ഒന്നും നടത്തിയിട്ടില്ല. അർജുന് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായതായോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. കുടുംബത്തിലും അർജുൻ വളരെ നല്ല സാധാരണ പോലൊരു ദിവസം തന്നെയായിരുന്നു ഇന്നലെ. മറ്റ് അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. വീട്ടിൽ മറ്റ് വഴക്കുകൾ ഉണ്ടായിട്ടില്ല. പോലീസ് പറയുന്നത് ചിലപ്പോൾ +1ന്റെ റിസൾട്ട് വരുന്നതിന്റെ ഒരു ടെൻഷൻ കാരണമായിരിക്കുമോ അർജുൻ ഇങ്ങനെ ഒന്ന് മാറി നിൽക്കുന്നത്. പരീക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിൽ കുറഞ്ഞ റിസൾട്ട് ലഭിക്കുമോ എന്നുള്ള ആശങ്ക അർജുൻ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. പക്ഷെ അതിലും സ്ഥിരീകരണമില്ല. കുടുംബം പറയുന്നത് നല്ല മിടുക്കനായി പഠിക്കുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞാലോ മാതാപിതാക്കൾ ശകാരിക്കുകയോ അടിക്കുകയോ ഒന്നും ചെയ്യാത്തൊരു കുടുംബം തന്നെയാണ്. പിന്നെ എന്താണ് അർജുന് സംഭവിച്ചതെന്ന് ഇപ്പോഴും അറിയില്ല. പക്ഷെ 10 രൂപ മാത്രമേ അർജുന്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ബസ്സിൽ കയറിയതിനു ശേഷം 10 രൂപയാണ് കണ്ടക്ടർ കൊടുത്തിട്ട് എവിടേക്ക് പോകണമെന്ന് ചോദിച്ചപ്പോൾ ഈ 10 രൂപയ്ക്ക് എവിടെയാണോ പോകുന്നത് അവിടെ ഇറക്കി വിട്ടാൽ മതിയെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ പേപ്പാടിയിലേക്ക് കണ്ടക്ടർ ഇറക്കി വിട്ടത്. അതിനുശേഷം അർജുൻ എവിടെയാണെന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രിയോളം പോലീസ് പുലർച്ചെ 2 മണിവരെ പരിശോധന ഉണ്ടായിരുന്നു നഗരത്തിലാകമാനം. അവിടെയും അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കുടുംബം വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് ഇപ്പോഴും കഴിഞ്ഞു പോകുന്നത്. 2 സഹോദരിമാരുണ്ട്. ഇവർ രണ്ടുപേരും, ഒരാൾ നഴ്സിംഗിന് പഠിക്കുന്നു, മറ്റൊരാൾ ഒരു കോളേജിൽ വിദ്യാർത്ഥിയാണ്. അവരുമായിട്ടൊന്നും അർജുൻ യാതൊരുവിധ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടില്ല. അർജുൻ്റെ കയ്യിൽ ഫോണില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തെങ്കിലും ആവശ്യമുണ്ട്, സുഹൃത്തുക്കളെയൊക്കെ വിളിക്കുന്നെങ്കിൽ അമ്മയുടെ മൊബൈൽ ഫോൺ വഴിയാണ് വിളിക്കുന്നത്. സ്വന്തമായി ഫോൺ പോലും ഇല്ല അർജുന്. മറ്റ് കൂട്ടുകെട്ടുകളൊന്നുമില്ല എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. ഇന്നലെ സ്കൂൾ തുറക്കുമ്പോൾ സാധാരണയായി സ്കൂളിൽ പോകുന്നത് പോലെ മാത്രമായിരുന്നു കുടുംബത്തിനും അനുഭവപ്പെട്ടത്. പിന്നെ ഇതിനിടയ്ക്ക് എന്താണ് അർജുന് സംഭവിച്ചതെന്നുള്ളൊരു ആശങ്കയിൽ കൂടിയാണ് കുടുംബം നിൽക്കുന്നത്. പിറവം പോലീസ് എന്തായാലും അർജുന് വേണ്ടിയിട്ടുള്ള അന്വേഷണം അത് ഊർജിതമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അർജുൻ രഘു എവിടെ എന്ന ചോദ്യമാണ്. എന്തായാലും തിരച്ചിൽ നടക്കുകയാണ്. കുടുംബം വലിയ ആശങ്കയിലാണ്. എന്തായാലും തിരച്ചിൽ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ഉടൻ തന്നെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.